ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമം. മരുന്നുകളോട് വി.എസ്. പ്രതികരിക്കുന്നുണ്ടെന്നും വലിയ ആത്മവിശ്വാസത്തിലാണ് കുടുംബമെന്നും മകൻ അരുൺകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ഈ വാർത്താ പ്രഭാതത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ബിനിൽ, ഗുഡ് മോർണിംഗ്. വി.എസിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് വലിയ ആകാംക്ഷയോടു കൂടിയാണ് പ്രേക്ഷകർ കേരളമാകെ കാത്തിരിക്കുന്നത്. ഏറ്റവും വലിയ നേതാവാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ ഇന്നത്തെ വാർത്ത, അവരുടെ മെഡിക്കൽ സംഘത്തിൻ്റെ മെഡിക്കൽ ബുള്ളറ്റിൻ എപ്പോഴാണ് ബിനിൽ പുറത്തു വരിക? ബിനിൽ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു 10 മണിയോടുകൂടി മെഡിക്കൽ ബുള്ളറ്റിൻ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 6 ദിവസമായി പട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ വി.എസ്. അച്യുതാനന്ദൻ ചികിത്സയിൽ കഴിയുകയാണ്. കഴിഞ്ഞ 6 ദിവസമായി അദ്ദേഹം ആശുപത്രിയിലാണ്. വലിയ ആശങ്ക അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. അത് ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും അതോടൊപ്പം തന്നെ വൃക്കകൾ പ്രവർത്തനമൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നിലവിൽ എന്തായാലും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നാണ് മകൻ തന്നെ പറയുന്നത്. അദ്ദേഹം മുൻപ് പലതവണ ഇങ്ങനെ ആശുപത്രിയിലായിട്ടുള്ളതാണ്, തിരിച്ചു വന്നിട്ടുള്ളതുമാണ്. അങ്ങനെ അദ്ദേഹം തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയാണ് മകൻ വി. അരുൺകുമാർ ഇന്നലെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത്. അദ്ദേഹം തന്നെ ഈ മെഡിക്കൽ ബുള്ളറ്റിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആരോഗ്യ സംബന്ധിച്ച വിവരങ്ങളടക്കം വി. അരുൺകുമാർ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഗുരുതരമായി അദ്ദേഹത്തിന്റെ നില തുടരുകയാണ്. അത് എങ്കിലും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നൊരു ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം അദ്ദേഹത്തിനുണ്ട്. ഒരു വിദഗ്ധ സംഘം അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള തീവ്രമായ ശ്രമത്തിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും മുതിർന്ന നേതാക്കളടക്കം ഇന്നലെ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇന്നലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രാവിലെ അദ്ദേഹത്തെ സന്ദർശിച്ചും മകനുമായി സംസാരിക്കുകയും ചെയ്തു. മാത്രമല്ല ഇന്നലെ വൈകിട്ട് സംസ്ഥാന സെക്രട്ടറി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ് അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ ആരോഗ്യത്തിൽ മാറ്റമില്ല, പക്ഷേ മരുന്നുകളോട് പ്രതികരിക്കുന്നത് പോസിറ്റീവായ വാർത്തയുണ്ട് എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. എന്തായാലും ഇന്നും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തെ നേരിട്ട് കാണാൻ കഴിയില്ല, അവിടേക്ക് ആർക്കും പ്രവേശനമില്ല. എന്തായാലും മകനുമായി ആരോഗ്യനില സംസാരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും വി.എസിനെ സംബന്ധിച്ച് വി.എസ് നേരത്തെ പറഞ്ഞതുപോലെ മുൻപും പലതവണ ആശുപത്രിയിലായപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. എന്തായാലും അത്തരത്തിലൊരു തിരിച്ചുവരവാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഗുരുതരമായി തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തുടരുകയാണ്. 6 ദിവസമായി അദ്ദേഹം ആശുപത്രിയിൽ ഇങ്ങനെ ഗുരുതരമായി കഴിയുകയാണ്. ബിനിൽ. ഓക്കെ, ശരി. ബിനിൽ ലീല സാബുവാണ് നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്. വി.എസിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച പുതിയ വാർത്താ ബുള്ളറ്റിൻ, മെഡിക്കൽ ബുള്ളറ്റിൻ ഇന്ന് 10 മണിയോടുകൂടി പുറത്തു വരും എന്നുള്ളതാണ് ബിനിൽ അറിയിക്കുന്നത്. പോസിറ്റീവായ രീതിയിലുള്ള ഒരു പ്രതികരണം വി.എസ് മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് മകൻ വി. അരുൺകുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത്.